നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ കഴിഞ്ഞുകൂടുന്നതായ ഈ ലോകവും വളരെയധികം വൈഷമ്യങ്ങളേറിയ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇല്ലായ്മയല്ല, ദാരിദ്ര്യമല്ല, പ്രയാസങ്ങളല്ല. കാരണം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്, മാതാപിതാക്കളെക്കുറിച്ചുള്ളതായ ചിന്തയാണ്. മാതാപിതാക്കളെ ബഹുമാനമില്ലാത്ത തലമുറ, കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ, ഇത് രണ്ടും കൂടെ സമ്മിശ്രമാകുമ്പോൾ ജീവിതം നരകതുല്യമാകുന്നു. ഭക്ഷണമുണ്ട്, ഭവനമുണ്ട്, വാഹനമുണ്ട്, അന്തസ്സുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നാട്ടിലെല്ലാം മാന്യതകളെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അത്താഴത്തിങ്കിൽ സമാധാനമില്ല, അവിടെ അസമാധാനം നിലനിൽക്കുകയാണ്. ഈ തരുണത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ചില വിഷയങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കേൾക്കുന്നത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം വായിച്ചു നോക്കുമ്പോൾ 17-ാം വാക്യം ആദ്യം ഞാനൊന്ന് വായിക്കട്ടെ. ദൈവം പറയുകയാണ്, ഞാൻ കോപിച്ചവരെ അടിച്ചു, ഞാൻ കോപിച്ചെൻ്റെ മുഖം മറച്ചു, അപ്പോൾ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നുപോയി. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? 16-ാം വാക്യം, ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുൻപിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നിരന്തരം കോപിഷ്ഠരായിട്ട് ഒരു വടിയുമായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് അങ്ങ് വെറുപ്പുണ്ടാകും, മാതാപിതാക്കളോട് വെറുപ്പുണ്ടാകും. ഏതെങ്കിലും പിതാക്കന്മാരോ മാതാവോ ആ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലായ്മയോടുകൂടി അവരുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ആ കുഞ്ഞുങ്ങളിന്മേൽ പകർന്നുകൊണ്ട് അവരോട് കാണിക്കുന്നതായ സ്നേഹമില്ലായ്മ, ബഹുമാനമില്ലായ്മ, ഒരു നേരം പോലും സ്നേഹത്തോടും ആദരവോടും ആ കുഞ്ഞിനോട് സംസാരിക്കുവാൻ മനസ്സില്ലാത്ത മാതാപിതാക്കൾ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകനിൽ കൂടെ പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തെ നിരന്തരം അടിച്ചു, അവരെ ഉപദേശിച്ചു, അവരോട് കോപമായി പെരുമാറി, എൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ധാരാളം പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കി. പക്ഷെങ്കിൽ അവർ നന്നാകുമാണ് എന്നാണ് ഞാൻ കരുതിയത്. അവരോ എന്നെ വെറുത്ത് അവർ തോന്നിയ വഴിയിൽ പോയി. അതുകൊണ്ട് ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? അവരോടൊരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ എപ്പോഴും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും ഞാൻ കോപിക്കുകയില്ല, അവരുടെ ആത്മാക്കൾ നശിച്ചു പോകും. സ്നേഹത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുവാനും നല്ല വഴികളിൽ നടത്തുവാനും പ്രാപ്തിയും കരുണയും കൃപയും ജ്ഞാനവും വിവേകവുമുള്ള മാതാപിതാക്കൾ എവിടെയുണ്ടോ ആ മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കുവാൻ ചില കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. തരം കിട്ടിയാൽ ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരാകരുത്. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ കൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്, വായിച്ചതാണ്. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വാത്സല്യം നടിച്ചൊരു അമ്മ എടുത്തും കൊണ്ടുപോയി വഴി നടന്നു പോകുമ്പോൾ പാലത്തിൽ നിന്നും എടുത്ത് പുത്തോന്ന് താഴേക്ക് കയത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു, കൊന്നു. അല്പനേരത്തിനുള്ളിൽ ആ കുട്ടിയുടെ ആ കാണുവാൻ അരുമയായ ആ കുഞ്ഞിൻ്റെ ശവശരീരം പുറത്തേക്ക് എടുക്കുകയുണ്ടായി. എങ്ങനെ മാതാപിതാക്കളെ വിശ്വസിക്കണം? നമ്മൾ എപ്പോഴും ഒരു വടിയും എടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ തല്ലും, അങ്ങനെ തല്ലും, ഇങ്ങനെ തല്ലും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ നാമത്തിലും ഒരു കർത്താവിൻ്റെ നാമത്തിലും അമിതമായ ശാസനയും അമിതമായ ഭക്തിയും അമിതമായിട്ടുള്ളതായ അനുസരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹമില്ലാതെ നിർബന്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് ശത്രുക്കളാകുന്നു, ദൈവത്തോട് ശത്രുക്കളാകും. ഈ ദൈവത്തെ വേണ്ട എന്നുള്ളതായ ഒരു തീരുമാനം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ദൈവം സ്നേഹം തന്നെ, സ്നേഹമാണ് ദൈവം. ആ സ്നേഹമായ ദൈവത്തെ സ്നേഹത്തിൽ കൂടെ കുഞ്ഞുങ്ങളിലേക്ക് ഊർന്നു കൊടുക്കുവാൻ കഴിവും ജ്ഞാനവും ആർക്ക് ലഭിക്കുന്നുവോ അവിടെ സമാധാനമുണ്ടാകും. അവരുടെ അത്താഴത്തിങ്കൽ സ്നേഹസല്ലാപങ്ങൾ ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളോട് മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ സല്ലപിക്കുവാനും സ്നേഹത്തോടെ വാക്കുകൾ പറയുവാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അവർക്ക് വേണ്ടി എന്തൊക്കെയോ സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളതായ ഒരു ധാരണയും
വിശ്വാസവും നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമുക്ക് നേടുവാൻ കഴിയും, ആ തലമുറയെ നേടുവാൻ കഴിയും. ദൈവം തൻ്റെ അനുഭവം എന്നതുപോലെ വരുവാനുള്ള തലമുറകൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വചനമാണ്. ഞാൻ എൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ കോപിച്ചു, അവരെ അടിച്ചു, നിരന്തരം അവരോട് ഞാൻ ശത്രുവിനെ പോലെ ഇടപെട്ടു, അവർ നന്നാകുമെന്നാണ് ഞാൻ കരുതിയത്. ദൈവം പറയുകയാണ്. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പോൾ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. അതുകൊണ്ട് അവരോട് ഞാൻ ഒരു വാഗ്ദത്തം, ഞാൻ എപ്പോഴും വാദിക്കയില്ല, ഞാൻ എപ്പോഴും കോപിക്കയില്ല, ഞാൻ എപ്പോഴും എൻ്റെ മുഖത്തെ മറച്ചു കളയുകയില്ല. താഴ്മയുള്ളവരോടും വിനയമുള്ളവരോടും മനസ്താപമുള്ളവരുമായിട്ടുള്ളവർ എവിടെയൊക്കെയുണ്ടോ അവരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലും, അവരോടുകൂടെ. അങ്ങനെയാണ് 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനാണ്, ഞാൻ പരിശുദ്ധനാണ്. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ ഞാൻ വസിക്കുന്നു. അതായത് ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു എന്ന് പോലും. അതാണ് ദൈവത്തിന് നമുക്ക് തരുവാനുള്ളതായ ഒരു വാഗ്ദത്തം. ദൈവം അങ്ങ് ദൂരത്തിൽ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മോട് കൽപ്പന പുറപ്പെടുവിക്കുകയല്ല, അധികാരം ചെലുത്തുകയല്ല, ഭയപ്പെടുത്തുകയല്ല, എന്തൊക്കെയോ നാശങ്ങളും നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്നതായ ഒരു നരകം കാണിച്ചുകൊണ്ട് നമ്മെ ഇപ്പോഴതിൽ വലിച്ചെറിയുമെന്ന് നമ്മെ ഭയപ്പെടുത്തുകയല്ല. മനസ്താപമുള്ളവരോടുകൂടെ ദൈവം അവരുടെ ഭവനത്തിൽ വന്ന് വസിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവരോടുകൂടെ ചൈതന്യം വരുത്തുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവം നമ്മോടുകൂടെ, സ്നേഹം നമ്മോടുകൂടെ വസിക്കുന്നു. വിനയമുള്ളതായ കരുണയുള്ളതായ ദൈവം നമ്മുടെ ഭവനത്തിൽ വരുന്നു. അത്താഴത്തിന് നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മോടൊപ്പം നമുക്കുള്ളതായ ആഹാരം പങ്കിടുന്നു. നാം സംസാരിക്കുന്ന വിഷയങ്ങളിലൊക്കെയും ദൈവം ഇടപെടുന്നു. അവിടെയാണ് സമാധാനം. അങ്ങനെയുള്ള ഭവനങ്ങളിലുള്ളതായ സമാധാനം ഒരു മനുഷ്യർക്കും വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല. അവിടെ ദൈവത്തിൻ്റെ ഭയം അവിടെ വളരും. നോക്കൂ, നമ്മൾ എപ്പോഴും നരകത്തെ കാണിച്ചുകൊണ്ട് ഒരു മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ അങ്ങേപ്പുറത്തൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ മനുഷ്യരെ ഇഷ്ടപ്പെടുത്തുക, നരകം കാണിച്ച് ഭയപ്പെടുത്തുകയല്ല, സ്വർഗം കാണിച്ച് ഇഷ്ടപ്പെടുത്തുകയാണ് സുവിശേഷത്തിൻ്റെ മാർഗം. ദൈവമക്കളുടെ ചുമതലയും അങ്ങനെയാണ്. ദൈവമുള്ള ഭവനങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. സ്വർഗം കാണിച്ച് ഇഷ്ടപ്പെടുത്തുക, നരകം കാണിച്ച് ഭയപ്പെടുത്തുന്നവരോടുകൂടെ ആത്മാക്കൾക്ക് വസിക്കാൻ കഴിയില്ല. ആത്മാക്കൾ അവർ തോന്നിയ പോലെ പോകും, അവിടെ അവർക്ക് നിലനിൽക്കുകയില്ല. നോക്കൂ, ഈ തലമുറ വിദ്യാഭ്യാസമുള്ള തലമുറയാണ്, വിവേകമുള്ള കുഞ്ഞുങ്ങളാണ്. പഴയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ കണ്ണുകെട്ടി ഏതെങ്കിലും രീതിയിൽ നടത്താമെന്ന് നമ്മൾ വിചാരിക്കരുത്. നാം പഠിച്ചതിലും ഉന്നതമായ വിദ്യാഭ്യാസം, നല്ല സ്റ്റാൻഡേർഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. നല്ല സമൂഹത്തിലാണ് അവർ വസിക്കുന്നത്, നല്ല രീതിയിലാണ് അവരുടെ പോക്കും വരവുമെല്ലാം. അവർ ഭവനത്തിൽ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കും നാളെ മാന്യനായി ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ ഭവനത്തിൽ ഒരുപക്ഷെങ്കിൽ ഇല്ലായ്മകൾ ധാരാളം കാണും. പക്ഷെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ പറയാതെ ഇല്ലായ്മകളെ മറയ്ക്കും, താഴ്ചകളെ മറയ്ക്കും. അവരിലും ഒരു ഉത്തരവാദിത്വം കടന്നു വരും. അങ്ങനെയുള്ള മാതാപിതാക്കളിലും ഒരു സ്നേഹത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ കുഞ്ഞുങ്ങളോട് ആ സ്നേഹം പകരുന്നതിനിടയായിത്തീരും. തിരിച്ച് ആ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളോടൊരു ബഹുമാനം ഉണ്ടാക്കേണ്ടതായ ഒരു ആവശ്യകതയെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തുക. എന്തുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഈ വിഷയത്തെ എടുത്ത് സംസാരിച്ചത്? അനേക ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ നിമിത്തം നീറുന്ന മാതാപിതാക്കളുണ്ട്. അനേക ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ നിമിത്തം ഇന്നലെ രാത്രിയിൽ ആഹാരം കഴിക്കാതിരുന്ന അനേകം അമ്മമാരുണ്ട്, അനേക അപ്പന്മാരുണ്ട്, അനേക ബന്ധുമിത്രാദികളുണ്ട്. ആരുപോലും ഇല്ലാത്തതായ കുരുന്നുകൾ അവിടെ ഇവിടെ ആയിട്ട് സ്നേഹം തേടിപ്പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും നന്മ പകരുവാൻ, ഉപദേശം പകരുവാൻ നമ്മുടെ സുവിശേഷം, നമ്മുടെ വിശ്വാസം അത് ഉപയോഗിക്കുന്നുവെങ്കിൽ, ആ ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, തിരുവചനം ശ്രവിക്കുമ്പോൾ ആ ആത്മാവിനെ ദൈവം നിന്റെ ഹൃദയത്തിൽ പകരുന്നുണ്ടെങ്കിൽ അവിടെയാണ് സമാധാനം. അവിടെ നിന്നാണ് സമാധാനത്തിൻ്റെ ആരംഭം. ഗോഡ് ബ്ലെസ് യു.